3 ലെയർ മാല. 3 ലെയർ മാല ഉണ്ടാക്കുക. ഇതുപോലത്തെ മൊട്ടുള്ള കമ്പി എടുക്കുക, പേളുമുത്ത്, ഇതുപോലെ 3 ലെയറായിട്ടുള്ള ചെയിന്. ഇത് ഗ്യാരൻറ്റി ചെയിനാണ്. ഇതുപോലത്തെ 3 ലെയറായിട്ടുള്ള ചെയിൻ എടുത്തിട്ട് ബാക്കിലോട്ടുള്ള ഭാഗത്ത് നമ്മൾ മുത്ത് കെട്ടുന്നില്ല. ബാക്കിലോട്ടുള്ള ഭാഗത്ത് മുത്ത് കെട്ടിയ മുടിയേൽ കൊരുത്ത് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കാണാവുന്ന രീതിയിൽ മാത്രമാണ് മുത്ത് കെട്ടുന്നത്. അപ്പോൾ അത്ര എടുത്ത് ബാക്കിലോട്ടുള്ള ഭാഗം വിട്ടിട്ട് ഇതുപോലെ 2 എണ്ണം കട്ട് ചെയ്യണം. ഒരു ചെയിന് കട്ട് ചെയ്യില്ല, ബാക്കി 2 എണ്ണം കട്ട് ചെയ്യണം. ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ മൊട്ടുള്ള കമ്പി എടുത്തിട്ട് പേളുമുത്ത് കോർക്കുക. ചിലപ്പം മുത്ത് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഇറങ്ങിപ്പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. മുത്ത് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെയിനിൻ്റെ ബാലൻസ് കട്ട് ചെയ്തതിൻ്റെ അറ്റത്തോട്ട് ഇങ്ങനെ അടുപ്പിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടണം. എന്നിട്ട് കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് അടുപ്പിച്ച് കട്ട് ചെയ്യണം. നല്ലപോലെ ചേർത്ത് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് പ്ലെയർ വെച്ച് നന്നായിട്ട് ചേർത്ത് അടുപ്പിച്ച് ഒതുക്കി വെക്കണം. അല്ലെങ്കിൽ ഡ്രസ്സിൽ കൊണ്ടു കയറും, നമ്മുടെ കഴുത്തിലൊക്കെ കൊണ്ടു കയറാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് ചെയിൻ എടുത്തിട്ട് ഇതുപോലെ മുട്ടുള്ള കമ്പി എടുത്തിട്ട് മുത്ത് കോർത്ത് ഇതുപോലെ അറ്റത്ത് കോർത്തിട്ട് നല്ലപോലെ വലിച്ച് പിടിച്ച് ടൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റിക്കെട്ടി വെക്കണം. കട്ടർ എടുത്തിട്ട് കട്ട് ചെയ്ത് പ്ലെയർ വെച്ച് ഒതുക്കി വെക്കണം. നല്ല ഭംഗിയുള്ള മാലയാണിത്. ഇനി അടുത്തത് മുട്ട് കമ്പി എടുത്തിട്ട് പേള് കോർത്തിട്ട് കട്ട് ചെയ്തതിൻ്റെ അറ്റത്തോട്ട് വലിച്ച് മുറുക്കി ടൈറ്റ് ചെയ്ത് കെട്ടണം. ഇതുപോലെ നല്ലപോലെ ചേർത്ത് കട്ട് ചെയ്തിട്ട് പ്ലെയർ വെച്ച് ഒതുക്കി വെക്കണം. അടുത്ത ചെയിനിലും നമ്മളിതുപോലെ മുട്ട് കമ്പി എടുത്തിട്ട് പേള് കോർത്തിട്ട് കെട്ടണം. നന്നായിട്ട് വലിച്ച് മുറുക്കിയിട്ട് വേണം ഈ കമ്പി കെട്ടാനായിട്ട്. പ്ലെയർ വെച്ച് ഒതുക്കി വെക്കണം. ഇതുപോലെയെല്ലാം നമുക്ക് ഇങ്ങനെ കെട്ടിയെടുക്കാം. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മുത്തെല്ലാം കോർത്ത് കെട്ടി വെച്ചു. ഇതുപോലെ നമുക്ക് ഏതൊരു കളർ, അതായത് ചുമല, പച്ച, കറുപ്പ്, ഏത് മുത്തിലും ഇതുപോലെ നമുക്ക് മുത്ത് കെട്ടി കോർത്തെടുക്കാം. മിക്സഡ് ആയിട്ട് വേണമെങ്കിലും നമുക്കിതുപോലെ മാല ഉണ്ടാക്കാൻ പറ്റും. ഒതുക്കി നന്നായിട്ട് ഒതുക്കി വെക്കുക. അതുപോലെ മുത്ത് കോർത്തിട്ട് മുട്ടുള്ള കമ്പി മുത്ത് കോർത്തിട്ട് അറ്റത്ത് കെട്ടി ടൈറ്റ് ചെയ്ത് കെട്ടി അറ്റം കട്ട് ചെയ്തിട്ട് പ്ലെയർ വെച്ച് നന്നായിട്ട് ഒതുക്കി അടുപ്പിച്ച് വെക്കുക. നല്ല അടിപൊളി സൂപ്പർ മാല, നല്ല മാല എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും.